ഒരു സമയത്ത് ഇവരെന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാനാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്? റിയലി? എങ്കിൽ താ പൈസ താ, എന്നിട്ട് ആദ്യം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ള കടമ നിറവേറ്റ്. താ. എടുക്കാലിയ, ആരെങ്കിലും പൈസ തരാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. എടുക്ക്. ഹലോ. ഗുഡ് മോർണിംഗ് ആലിയ. സുഖമാണോ നിനക്ക്? പൈസയുടെ കാര്യം തീരുമാനമായോ? ഇത്രയും നാളത്തെ സംഘർഷത്തിനൊടുവിൽ, പ്രശ്നങ്ങൾക്കൊടുവിൽ ഇന്ന് വൈകിട്ട് നമ്മൾ നേരിൽ കാണുകയാണ്. ഐ ആം വെരി ഹാപ്പിയാ. വാട്ട്? ഇന്ന് വൈകിട്ടോ? നിനക്കെന്താ വട്ടായോ? നമ്മള് നാളെ രാവിലെ എന്നല്ലേ സംസാരിച്ചേ? നാളെ എങ്ങനെ ഉണ്ടാവും? നീയോ ഞാനോ മരിച്ചു പോയാൽ നാളെ എങ്ങനെ കാണും? ഞാൻ എന്റെ പ്ലാൻ ക്യാൻസൽ ചെയ്യില്ല കേട്ടല്ലോ. എന്റെ കയ്യിലൊരു തോക്കെങ്ങാനും ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ഫോണിലൂടെ തന്നെ അവന്റെ തല തെറിപ്പിച്ചാനാ. നീ എന്നെ ഒരിക്കലും കൊല്ലാൻ ശ്രമിക്കരുത്. എന്നെ കൊല്ലാൻ നിന്റെ മനസ്സങ്ങനെ പറയുകയാണെങ്കിൽ പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. എന്റെ അച്ഛന്റെ അമ്മയുടെ ഒരേ ഒരു മോനാ ഞാൻ. സത്യമാ പറയുന്നേ. ഞാൻ മരിച്ചാലുണ്ടല്ലോ നഷ്ടം നിനക്ക് തന്നെ ആയിരിക്കും. നീ വീണ്ടും കുടുങ്ങും. കാരണം എല്ലാ തെളിവുകളും ചേർത്ത് ഞാനൊരു ബാക്കപ്പ് പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നീ എന്നെ കൊല്ലാനായി ആരെങ്കിലും വാടകയ്ക്ക് എടുത്താൽ നീ ആ വിജയോട് ചെയ്തതുപോലെ, എന്നാൽ ഈ തെളിവുകളെല്ലാം ഞാൻ അവന് കൊടുത്തിരിക്കും. ശരി, ടൈമും സ്ഥലവും പറയും. വെരി ഗുഡ്. എനിക്കറിയാമായിരുന്നു. നീ വളരെ നല്ല പെൺകുട്ടിയാ. വെരി ഗുഡ്. വൈകിട്ട് കാണാം. ഓക്കെ, ബൈ. ഞാനും നിന്റെ കൂടെ വരാം. നിനക്ക് നേരെ നടക്കാൻ പോലും കഴിയുന്നില്ല, എന്നിട്ടാ കൂടെ വരുന്ന കാര്യം പറയുന്നേ. അവിടെ ഒന്ന് എന്ത് ചെയ്യാനാ? ഞാൻ നിന്നെ അവിടെയും വെച്ച് നോക്കിക്കൊണ്ടിരിക്കണം. അതിനല്ലേ നീ കൂടെ വരുന്നേ, അല്ലേ തനു? ഞാൻ നിനക്ക് ധൈര്യം തരും. പ്ലീസ് തനു, ഇതെന്റെ പ്രോബ്ലം ആണ്. ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. നീ എങ്ങാനും എന്റെ കൂടെ വന്നാലുണ്ടല്ലോ, എന്റെ പ്രോബ്ലം ഇനിയും കൂടത്തേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നീ ഇത്ര പെട്ടെന്ന് എങ്ങനെ പൈസ റെഡിയാക്കും? എനിക്കറിയില്ല തനു. അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇത്ര ടെൻഷൻ ആവില്ലല്ലോ. മുമ്പാണെങ്കിൽ ഒരു ദിവസം 10 ലക്ഷം രൂപയ്ക്ക് ഷോപ്പിംഗ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് 10 ലക്ഷത്തിന് വേണ്ടി ഭിക്ഷ യാചിക്കേണ്ടി വരുന്ന അവസ്ഥ എനിക്ക്. മമ്മി, ഞാൻ വിചാരിക്കുമായിരുന്നു ഇന്നത്തെ ഈ ഡേറ്റ് ഉണ്ടല്ലോ, ഇത് ഓർമ്മയോടെ നമ്മൾ എഴുതി വെക്കണം. എന്തിന്? മമ്മി ഇതൊന്നും കാണുന്നില്ലേ? ഇത് വെറും ഭക്ഷണമല്ല, വിരുന്ന്. നമുക്കുണ്ടല്ലോ ഈ ഡേറ്റ് എല്ലാ മാസവും പ്രിയെ ഓർമ്മിപ്പിക്കണം. എന്നിട്ട് എല്ലാ മാസവും ഇതുപോലെ നല്ല ഭക്ഷണം കഴിക്കാം. അതെ, ഫുഡ് റെഡി ആണെങ്കിൽ പിന്നെ നിങ്ങളെന്താ കഴിക്കാത്തെ? അതെ, ആരാണോ ഈ വിരുന്നൊരുക്കിയത് ആദ്യം അവര് വരട്ടെ എന്ന് വെച്ചാ പ്രിയ വരാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലെന്നാണോ പറയുന്നേ? നിങ്ങൾ എല്ലാരും വേണമെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ, ഞാൻ കഴിക്കാൻ പോവാ. തനു നിർത്ത്. ദേ, നീ നിന്റെ ഭാഗ്യോർത്തൊന്ന് സന്തോഷിക്കും. പ്രിയ ഇപ്പൊ നിന്റെ കല്യാണം മാത്രമേ മുടക്കിയിട്ടുള്ളൂ. ഇനി ഇത് റിപ്പീറ്റ് ചെയ്താലുണ്ടല്ലോ പച്ച വെള്ളം പോലും തരില്ല. ദാ പ്രിയ വരുന്നു. ചിരിക്കും, എല്ലാരും ചിരിക്കും. ഹലോ. അതെ ഞാൻ ഡീറ്റെയിൽസ് അറിയാതെ ഒന്നും ഫൈനൽ ചെയ്യാറില്ല. അതെ ഐ അണ്ടർസ്റ്റാൻഡ്. വേണ്ട, നോ നീഡ് ഫോർ ദാറ്റ്. നിങ്ങൾ മെയിൽ ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്. ചേച്ചി, ഇന്ന് ഈ അഭി പ്രിയ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ദേ നോക്ക്, എന്തൊരു സ്നേഹത്തോടെയാ നോക്കുന്നേന്ന്. ഉറപ്പായോ അവന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരിക്കും. ആ പറയുന്നത് ശരിയാ. പക്ഷെ അഭിയുടെ തനുവിന്റെ കല്യാണം പ്രിയ മുടക്കിയിട്ട് പോലും അതിന്റെ ഒരു ദേഷ്യവും അഭിയുടെ മുഖത്ത് കാണുന്നില്ലല്ലോ. നിങ്ങൾ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നെ? എല്ലാരും ഭക്ഷണം കഴിക്കുന്നേ. ഇവളെന്താ പറഞ്ഞേ? ഇവൾ ബോസാണ്, ഞാൻ എംപ്ലോയി ആണെന്നല്ലേ? ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ശരിക്കും ആരാണ് ബോസെന്ന്. റോബിൻ. യെസ് മാം. റോബിൻ സാറിന് വേണ്ടി വേറൊരു ചെയർ കൊണ്ടുവരും.
സാറിന് ഇരിക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ട്. ഏ റോബിൻ, നീ പൊയ്ക്കോ. ഇന്ന് ഓയിൽ മസാജ് ചെയ്തില്ല, അതുകൊണ്ടാ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നേ. ആ, ഇപ്പൊ ഓക്കെ. റോബിൻ, നിന്റെ സാറ് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. എരിവില്ലാത്തോണ്ടായിരിക്കും. കുറച്ച് മുളക് കൊണ്ടുവന്നേ. ഹലോ, ഞാനപ്പോ പറഞ്ഞു സൂപ്പറാണ്. ടേസ്റ്റ് ചെയ്യാതെ തന്നെ എനിക്കറിയാം. നിങ്ങളുടെ മുഖം കണ്ടാ തോന്നും ഫുഡിന് തീരെ രുചിയില്ലെന്ന്. പക്ഷെ മുളക് അധികം കഴിക്കുന്നതേ ആരോഗ്യത്തിന് തീരെ നല്ലതല്ല. ഒരു മിനിറ്റ് റോബിൻ, ആലിയ ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ? മാം, ഞാൻ ആലിയ മാഡത്തിനെ വിളിക്കാൻ പോയതായിരുന്നു. അപ്പൊ പറഞ്ഞു മാഡത്തിന് വിശക്കുന്നില്ല എന്ന്. ആലിയ എന്തോ ഒളിക്കുന്നുണ്ട്. മാം പറഞ്ഞാൽ ഞാൻ വേണേൽ ആലിയ മാഡത്തിന് റൂമിൽ കൊണ്ട് ഫുഡ് കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ പോയി നോക്കാം. എക്സ്ക്യൂസ് മീ. ഇത് നിനക്കുള്ള ലാസ്റ്റ് റിമൈൻഡറാണ്. ജംഗ്ഷനടുത്തുള്ള ബാർ ഹോട്ടലിന് 3 മണിക്ക് എത്തണം. പണമില്ലാതെ വരരുത്. ഇല്ലെങ്കിൽ പണം നിന്റെ വീട്ടിൽ വന്ന് ഞാൻ എടുക്കും. ഒരു കാര്യം ഓർത്തോ, ഇത്തവണ ഞാൻ നിന്നെ വെറുതെ വിടില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ശരിയായിരുന്നു. അവൾ എന്തോ പ്രശ്നത്തിലാ, എനിക്ക് അവളെ സഹായിച്ചേ പറ്റൂ. ചേച്ചി, ചേച്ചി കാര്യം എന്താണെന്ന് പറയും. എന്തിനാ ഇത്ര അർജന്റായിട്ട് കാണുമെന്ന് പറഞ്ഞത്? ഒരു മിനിറ്റ് പ്രണവ്, ദാ അവിടെ നോക്ക്. ചേച്ചി, ചേച്ചി അത് ആലിയാണ്. ഇതിനാ ഞാൻ നിന്നെ വിളിച്ചത് പ്രണവ്. ഇതിന് വേണ്ടിയാണ് വിളിച്ചതെന്ന്. എനിക്കൊന്നും. പ്രണവ്, നമുക്ക് അവളെ ഫോളോ ചെയ്യണം. ചേച്ചി ഇതെങ്കിലും പറയും. നമ്മളെന്തിനാ ഇവളെ ഫോളോ ചെയ്യുന്നത്? എന്താ കാര്യം എന്ന് പറയും. പ്രണവ് ആലിയ ഇന്ന് എന്റെ റൂമിൽ നിന്ന് പണം മോഷ്ടിക്കാൻ ശ്രമിച്ചു. അവളെ ആരോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അവളുടെ ഫോണിലെ മെസ്സേജുകളൊക്കെ കണ്ടു. അവൾ ഉറപ്പായും എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അയാൾ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അല്ല പ്രീച്ചിയുടെ മുറിന്ന് അവൾ എങ്ങനെ പ്രീച്ച് ഇതൊക്കെ ചെയ്യുന്നത്? അതാണ് പ്രണവ്, അതിന്റെ കാരണം അവൾ ഒരുപാട് ഡെസ്പറേറ്റ് ആണ്. ഉറപ്പായും ഇത്തവണ കുടുംബത്തെ എന്തോ പ്രശ്നത്തിലാക്കാൻ നോക്കുന്നുണ്ട് അവള്. അതിനവളെ അനുവദിക്കാൻ പാടില്ല പ്രണവ്. ശരിയാ പ്രീച്ചി പറഞ്ഞത്. പ്രീച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ അഭിയെ കണ്ടിരുന്നു പ്രീച്ചി. പിന്നെ ഇപ്പോഴും ചേച്ചി ഓർത്ത് ഒരുപാട് ഇമോഷണലാണ് അവൻ. എനിക്ക് തോന്നുന്നു അവന് പ്രീച്ചി തിരികെ വേണമെന്ന്. പ്രണവ്, ഇക്കാര്യം ഞാനും ശ്രദ്ധിച്ചതാണ്. പക്ഷെ ഈ സമയത്ത് നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെ. പക്ഷെ ഈ സമയത്ത് നമ്മൾ ആലിയെ വേണം ശ്രദ്ധിക്കാൻ പ്രണവ്. അവൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന് അനുവദിക്കില്ല. വരൂ ആലിയ മാഡം, വരൂ. വെൽക്കം. ഇരിക്കൂ. ഇവിടെ വരാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? എന്റെ പൈസ കൊണ്ടുവന്നു. പൈസയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അത് പറയാനുള്ള എന്താ വെച്ചാൽ, നീരജ്, എനിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം കൂടി വേണം. നിനക്ക് എന്താ തോന്നുന്നേ? ഞാൻ നിന്നെ കാണാൻ വന്നതാണെന്നോ? ഇപ്പോ എന്റെ സമയം വളരെ മോശമാ. പക്ഷെ എന്റെ സമയത്തിന് പഴയ മൂല്യം ഇപ്പോഴും ഉണ്ട്. പ്രീച്ചി, ആർ യു ഷുവർ ആലിയ ഇവിടെ കാണുമെന്ന്? അതെ പ്രണവ്, ഞാൻ മെസ്സേജ് വായിച്ചിരുന്നു. അതിൽ ഈ അഡ്രസ്സും ആയിരുന്നു. പക്ഷെ ഈ സ്ഥലം അത്ര ശരിയല്ല. ഇവിടുത്തെ ആളുകളെയൊക്കെ നോക്കി എന്തോ എനിക്കത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അത് തന്നെയല്ലേ പ്രണവ് ഞാൻ പറഞ്ഞത്. അവളെ ഒരു തെറ്റായ വ്യക്തിയാണ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. അയാൾ ഉറപ്പായും ഇവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനൊരു സ്ഥലത്തേക്ക് വിളിക്കണമെങ്കിൽ അയാൾ. പ്രണവ്, ആലിയ. പ്രീച്ചി, അത് ആലിയാണ്. പക്ഷെ കൂടെ ഉള്ളത് ആരാണ്? ഇത് അയാള് തന്നെ ആയിരിക്കും, ആ മെസ്സേജ് അയച്ച ആള്. പ്രീച്ചി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവന്റെ മുഖം കാണാൻ കഴിയുന്നില്ല. ആ സൈഡിൽ പോയി നിൽക്കാം. പ്രിയേച്ചി, അത് കോർപ്പറേറ്റർ ആണ്.
അതേ പ്രണവ്, ഇയാൾ എങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി? എന്തിനാ ഇപ്പൊ ആലിയെ കാണുന്നേ? നിക്ക്, ഞാൻ പോയി നോക്കാം. പ്രണവ്, നോക്കൂ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് വരുത്താം. ബാക്കി കാര്യം അദ്ദേഹം നോക്കിക്കോളും. നീ എത്ര വേണമെങ്കിലും സ്നേഹം ഒളിച്ചു വെച്ചോ, പക്ഷെ എങ്ങനെ പോയാലും നിന്റെ മനസ്സിലെ സ്നേഹം ഞാൻ കണ്ടുപിടിക്കും ബേബി. ആട്ടുതൊട്ടിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പളുങ്ക് കവിൾ തടങ്ങൾ നുകരും ശലഭമായി ഞാൻ. എന്നിട്ട് മുഖാമ്പെ ഇതേപോലെ വലിച്ചെറിയണം. ആ നോക്ക്, എനിക്ക് കുറച്ചുകൂടി സമയം താ. ഐ പ്രോമിസ്, ഞാൻ നിനക്ക് മുഴുവൻ പൈസയും തരാം. ടൈം എന്റെ അടുത്ത് തരാനില്ല, മനസ്സിലായോ? നിനക്കും ഇല്ലായിരുന്നല്ല എന്നോട് നീ ഫോൺ ചെയ്ത് സഹായം തെണ്ടി ചോദിച്ചപ്പോ. ആ സമയത്ത് ഞാൻ നിന്നെ സഹായിച്ചു, ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ. ഇത്തവണ നീ എന്നെ സഹായിക്കണം, അതും ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ. പ്രിയച്ചി, അവൻ ഫോൺ എടുക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം പ്രണവ്, നമുക്ക് മുന്നോട്ട് പോയി അവർ പറയുന്നത് എന്താന്ന് കേൾക്കാം. ഇവിടെ നിന്നിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ആലി ആകെ പേടിച്ചിരിക്കുക. ശരി പ്രിയച്ചി. ഭിക്ഷയല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് അവകാശപ്പെട്ടതാ. വിജയനെ കൊണ്ട് നീ ആ പ്രിയയെ കൊല്ലാൻ നോക്കി, എനിക്കെല്ലാം അറിയാം. ഇത്രയും വലിയ രഹസ്യം മറയ്ക്കാൻ പ്രതിഫലം തന്നല്ലേ പറ്റൂ. അതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നതും. വിജയ് എന്നോട് എല്ലാം പറഞ്ഞു. പ്രിയയെ കൊല്ലാൻ വേണ്ടി നീ വിജയോട് എന്തൊക്കെ പറഞ്ഞുവെന്ന്. പിന്നെ ആ ലൈറ്റ്സ് പ്രിയയുടെ പുറത്ത് വീഴേണ്ടിരുന്നത് അവിടെ വീഴാതെ ബുൾബുളിന്റെ നേരെ വീണു. അതുകൊണ്ട് അവൾ മരിച്ചതും എനിക്കറിയാം. ആ ലൈറ്റ്സിന്റെ കയർ നീയാ മുറിച്ചത്. എന്റെ ബുൾബുളിനെ കൊന്നതിൽ നിനക്കും പങ്കുണ്ട്. നീ എന്റെ അടുത്ത് ഒരു മനുഷ്യനാണോ അയച്ചത്, അതൊരു ശല്യത്തിനെയോ? ഞാൻ എന്റെ ആളിനോടൊപ്പം എന്റെ തലച്ചോറ് അയച്ചു. കാരണം എനിക്ക് മോശം സമയമാകുമ്പോ എന്റെ തലച്ചോറ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം നടന്നു കഴിഞ്ഞപ്പോ ഞാൻ വിജയൻ അതിൽ നിന്ന് മാറ്റി. കാരണം ആ പാവം കുടുങ്ങരുത്. നിനക്ക് ഓർമ്മയില്ലേ, കിഡ്നാപ്പിംഗ് സമയത്ത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു. എന്റെ ജീവിതം നശിച്ചു നിനക്ക് വേണ്ടി. പൈസയ്ക്ക് വേണ്ടി തെണ്ടി നടക്കേണ്ടി വന്നു. എന്റെ പൊളിറ്റിക്കൽ കരിയർ നീ കാരണം ഇല്ലാണ്ടായി. ഇപ്പൊ എനിക്ക് പൈസയുടെ ആവശ്യം വരുമ്പോ ഞാൻ ആരുടെ അടുത്ത് പോണം? എനിക്ക് പൈസ ഇന്ന് തന്നെ വേണം. അല്ലെങ്കിൽ ഞാൻ എല്ലാ തെളിവുകളും സ്വയം നിന്റെ ചേട്ടൻ അബിയുടെ അടുത്ത് കൊണ്ട് എത്തിച്ചിരിക്കും. കാരണമായിരുന്നോ? പ്രിയച്ചി, പോ നമുക്ക്. പ്രിയച്ചി, ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക. ഇത് നല്ലൊരു അവസരമാണ്. തെളിവുകളോടെ നമുക്ക് ആലിയെ കൈയോടെ പിടിക്കാൻ പ്രിയച്ചി, എല്ലാവരുടെ മുന്നിൽ വെച്ച്. പ്രിയച്ചി, ആ കോർപ്പറേറ്ററുടെ കയ്യിൽ ആലിയക്കെതിരെ തെളിവുകളുണ്ട്. അയാൾക്ക് തെളിവിന് പകരം പൈസയാണ് വേണ്ടത്. പൈസ ആലി കൊടുത്താലും നമ്മൾ കൊടുത്താലും ഒരു വ്യത്യാസമില്ല പ്രിയച്ചി. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അയാളുടെ അടുത്തേക്ക് പോകാം. എന്നിട്ട് എങ്ങനെയെങ്കിലും അയാളെ നമ്മുടെ വശത്താക്കാം. അവളുടെ സത്യാവസ്ഥ ഒന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അവളുടെ കാര്യം തീർന്നു കിട്ടും പ്രിയച്ചി. ആലിയുടെ കാര്യം തീർന്നു കഴിഞ്ഞാൽ തനോ ഒറ്റയ്ക്കായിക്കോളും. പിന്നീട് അങ്ങനെ പതിയെ ഓരോരുത്തരായിട്ട് ചേച്ചിയുടെ ലൈഫിൽ നിന്ന് പുറത്തായിക്കോളും. അതുകൊണ്ടും അയാളെ പോയി കാണുക എന്നുള്ളതും ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാം നമ്മുടെ കൈവിട്ട് പോകും പ്രിയച്ചി. ചേച്ചി നോക്കി, ആ കോർപ്പറേറ്റർ അവിടെ നിന്ന് പോവാണ്. ചേച്ചി ഒരു കാര്യം ചെയ്യേ, എത്രയും പെട്ടെന്ന് ഒരു ക്യാബ് പിടിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക. ഞാൻ അവന്റെ പുറകെ പോയി എങ്ങനെയെങ്കിലും സംസാരിച്ചും ഉടനെ വീട്ടിലേക്ക് കൊണ്ടുവരാം. ചെല്ല. നിങ്ങളെല്ലാവരും ഫുൾ നൈറ്റ് എനിക്ക് വേണ്ടി കത്തിക്കണേ. വെൽക്കം ഡിയർ. വെൽക്കം മൈ ഡിയർ അച്ഛമ്മേ. ഹൈ, പൂക്കൾ രാവിലെയല്ലേ വിരിയുന്നത്? നിന്റെ പൂക്കൾ മാത്രം രാത്രി എന്താ വിരിയുന്നത്? പൂക്കൾ മാത്രമല്ല അച്ഛമ്മേ, ഇവിടെ ചിലരുടെ മുഖവും വിടർന്നിട്ടുണ്ട്. അച്ഛമ്മേ, കാര്യം എന്താണെന്നറിയോ? ഈ മുറിയിലെ ഒരുപാട് വെറൈറ്റി പൂക്കളായി. എനിക്ക് തോന്നുന്നത് ഫ്രഷ്നെസ്സിന് വേണ്ടിയായിരിക്കും. ആരാ ഈ കാടൊക്കെ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നേ? ഫ്രഷ്നെസ്സിന് വേണ്ടിയോ? മൈൻഡ് ഫ്രഷ്നെസ്സിന് വേണ്ടി. അയ്യോ, അപ്പൊ ഈ മെഴുകുതിരിയൊക്കെ എന്തിനാ മോനെ? ചുമ്മാ ഒരു രസം.
അച്ഛമ്മേ, അത് പിന്നെ ആരോടെങ്കിലും പ്രണയം തോന്നുമ്പോഴാ ഇങ്ങനെയൊക്കെ അലങ്കരിക്കാൻ തോന്നുന്നത്. അതെയോ? അപ്പൊ മോനെ, നീ ആരുമായുള്ള സ്നേഹത്തിലാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്? എന്ത് സാഹചര്യം അച്ഛമ്മേ, ഞാന് ഒരുപാട് ദിവസമായി ഒരു റൊമാൻറ്റിക് പാട്ടുണ്ടാക്കിയിട്ട്. ഈ റൊമാൻസ് എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ 2 പെണ്ണുങ്ങളുണ്ടെങ്കിലേ അവിടെ ഈ പറഞ്ഞ പോലെ റൊമാൻസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ചതഞ്ഞോണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് മനസ്സിലൊരു സന്തോഷമൊന്നും തോന്നില്ല അച്ഛമ്മേ. അതുകൊണ്ട് സ്വയം സന്തോഷിക്കുന്നതിനായി അതാ ഞാനിങ്ങനെ പൂവും ക്യാൻഡിലൊക്കെ കത്തിച്ചു വെച്ച്. എന്റെ മോൻ പാവം, സ്വന്തം പാട്ടിലൂടെ മറ്റുള്ളവരിൽ സ്നേഹം നിറയ്ക്കുന്നവൻ സ്വയം സ്നേഹത്തിനായി കേഴുകയാണ്. അതെ അച്ഛമ്മേ. എന്റെ മോനെ, നീ വിചാരിച്ചാൽ എന്തും നടക്കും. നിന്റെ കയ്യിലാ എല്ലാം ഉള്ളത്. നിന്റെ മനസ്സിൽ എന്തു തോന്നുന്നോ അത് തന്നെ ചെയ്യ്. അച്ഛമ്മേ, അതല്ലേ പ്രോബ്ലം. ഞാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനും പറ്റുന്നില്ലെന്നേ. മനസ്സ് പറയുന്നത് കേട്ടാ തലയ്ക്ക് വട്ട് പിടിക്കും. അച്ഛമ്മയ്ക്ക് അറിയോ, ഈ രണ്ടിന്റെ ഇടയിൽ കിടന്ന് എനിക്ക് വട്ട് പിടിക്കുക. ഇതല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛമ്മേ? അയ്യോ, എനിക്ക് വട്ട് പിടിക്കുന്നേ. അയ്യോ അച്ഛമ്മേ, ഞാനിപ്പം ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഈ 2 വട്ട് കേസുകളും കൂടെ ഇവിടെ നിന്ന് പോയാലോന്നാ. എന്നിട്ട് എന്റെ ബലൂൺ ഒന്ന് എന്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിലെന്നാ അച്ഛമ്മേ. ഇത് വളരെ സീരിയസ് ആയ കാര്യമാണല്ലോ. ശരി മോനെ, നിനക്ക് തോന്നുന്നതെന്തോ അത് തന്നെ ചെയ്. ഞാൻ ഇതാ പോകുന്നു. നീ നിന്നോട് തന്നെ ഇരുന്ന് സംസാരിക്ക. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക്. അല്ലാതെ എന്ത് ചെയ്യാനാ മോനെ? രച്ചു, നമുക്ക് പോകാം. ആ ബൈ രചന. ബൈ അച്ഛമ്മേ. എന്റെ പ്രിയപ്പെട്ട അച്ഛമ്മേ, എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. എന്റെ ലൈഫിൽ ഇപ്പോ റൊമാൻസ് വന്ന് നിൽക്കുക. ഈ റൊമാൻസിനൊക്കെ കാരണം എന്റെ ബലൂണാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും അവളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുക. എന്റെ ബലൂണിനെ എന്തായാലും ഇവിടെ നിന്ന് മാറി നിൽക്കാം. അവൾ വന്ന് കണ്ട് ഒന്ന് ഞെട്ടട്ടെ. അപ്പോൾ അവളുടെ മനസ്സിലെ ഫീലിങ്സ് എന്താന്ന് ശരിക്കും ഒന്ന് അറിയാൻ പറ്റും. ഈ കാർഡിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. സ്റ്റേ ഹിയർ. ബുൾബുളിനെ തിരികെ കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ ഞാൻ അവൾക്ക് നീതി നേടിക്കൊടുത്തിരിക്കും. നിക്കണം. ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല, നിന്നെ സഹായിക്കാനായിട്ട് വന്നതാ. എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് പണത്തിന് അത്യാവശ്യമുണ്ടെന്നും. നിനക്ക് പണം തരാൻ ഞാൻ തയ്യാറാണ്. നീ എത്ര പണം ചോദിക്കുന്നോ അത്രയും പണം തരാൻ തയ്യാറാണ്. പകരം നീ എന്നോട് ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. നീ എൻ്റെ കൂടെ വന്നിട്ട് ആലിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രിയച്ചോട് പറഞ്ഞു കൊടുക്കണം. ആലി ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ളത്. നീ സത്യം പറയണോ? നീ എനിക്ക് പണം തരൂ. നീ എത്ര പണം ചോദിക്കുന്നോ അതിന്റെ ഇരട്ടി ഞാൻ തന്നിരിക്കും. അങ്ങനെ നീ എനിക്ക് പണം തരാൻ തയ്യാറാണെങ്കിൽ ഞാൻ എവിടെ വരാനും തയ്യാറാണ്. എന്ത് ചെയ്യാനും ഒരുക്കമാണ്. അല്ലെങ്കിൽ എനിക്ക് എന്ത് വ്യത്യാസമാ? ആലിയ പണം തന്നാലും നീ പണം തന്നാലും എനിക്ക് വേണ്ടത് പണമാ. നടക്ക. ശരി. നിങ്ങളുടെ ഈ സ്നേഹം മാത്രം എന്നെ എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. ഈ പൂക്കൾ എത്ര മനോഹരമാണ്. ഈ മുറിക്ക് എന്തൊരു ഭംഗിയാണ്. ഇതെല്ലാം അങ്ങ് വാരിയെടുക്കാൻ തോന്നുന്നു. അങ്ങനല്ലേ തോന്നുന്നത്? ആ പിന്നെ കൈനിറയെ എല്ലാം അങ്ങ് വാരിയെടുത്തോളൂന്നേ. കാരണം ഈ ഒരുക്കങ്ങളെല്ലാം അഭിയുണ്ടല്ലോ നിനക്ക് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്തത്.